I'm out of my head, out of my mind. Why? If you let me. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു ലോവർ തേർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഇനേബിൾ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി അപ്പം ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കൈൻമാസ്റ്ററാണ്. എന്നിട്ട് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാണ്ട്, ക്ലിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിപ്പ് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇതൊന്ന് വലിച്ചു നീട്ടി കൊടുക്കുക. എന്നിട്ട് എൻ്റെ ഡ്യൂറേഷൻ ഈ ഫയർ പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഈ ഫയർ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ലെയർ കൊടുത്ത് മീഡിയ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ലോഗോ ആഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലോഗോ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ ആനിമേഷൻ നമ്മുടെ ഫെയ്ഡ് കൊടുത്ത് 1.5 ഇടുക. അപ്പോൾ അത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആ വീഡിയോ അതെങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മളെ കമ്പനി നെയിം ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഫയർ ഒന്ന് ഈ ഇൻസ്റ്റാഗ്രാം ലോഗോ ഫെയ്ഡ് ചെയ്ത് തീരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ ലെയർ കൊടുത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി നെയിം കൊടുക്കാൻ വേണ്ടി ഞാൻ VRS മലയാളം എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏതൊന്ന് എൻ്റെ ഫോണ്ടും ആഡ് ചെയ്തു. ഫോണ്ട് പോരാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ക്യാരക്ടർ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കൂട്ടി നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും കൊടുത്തിട്ടുണ്ട്. അത്രയും നീറ്റായി സാധനം കിട്ടും. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആനിമേഷനിൽ സ്ലൈഡ് റൈറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ആവറേജ് സെക്കൻഡ്സിലിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാം. അതാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേറെ കളർ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ലെയർ മീഡിയ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട്, എന്നിട്ട് ഏതെങ്കിലും ഒരു സോളിഡ് കളർ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഏത് വേണമെങ്കിൽ കൊടുക്കുക. അത് നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് ഓവർലേ കൊടുക്കുക. ഇതാകുമ്പോൾ പ്രോ വെർഷൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഓവർലേ കൊടുത്ത് വീഡിയോ കണ്ടില്ലേ ഞാൻ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലോഗോവും ഈ നെയിമും ഏതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ കൊടുക്കുക. അതിന് പ്രോ വെർഷൻ തന്നെ വേണം. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്താണ്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കളർ ചേഞ്ചായി. അപ്പോൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ സെറ്റായി വരും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് വീഡിയോൻ്റെ മേലെ നമുക്കിത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ആദ്യം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു VRSൻ്റെ ഇൻട്രോ തന്നെ എടുത്ത് ഇപ്പോൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മീഡിയ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ടിൽ പോയി ആ വീഡിയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ വീഡിയോ സെറ്റ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അവിടെ ഒരു ഗ്രേഷ് കളർ മാതിരി തോന്നുന്നുണ്ടല്ലേ, അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒന്ന്
അഡ്ജസ്റ്റ് ആയി വരുന്നവരെ. അധികം കൂട്ടണമെന്നല്ല, കുറച്ച് ഒരു +1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇനി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിൽ ഓൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ട് ഇതിൽ പറ്റുകയാണെങ്കിൽ ഈ അടുത്ത് തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫി സീരീസ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു യൂട്യൂബ് സീരീസ് ഇടാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റായി വരും. അപ്പോൾ ബൈ.